പെട്ടെന്ന് വെയിറ്റ് കുറയണം, ഷോർട്ട് കട്ട് വല്ലതുണ്ടോ എന്ന് നോക്കി നടക്കുന്ന ആളുകൾക്ക് മുമ്പിലേക്കാണ് ചിയാ സീഡിന്റെ വരവ് അല്ലേ. പല ആളുകളും പല രീതിയിൽ ഇതിനെ പ്രസന്റ് ചെയ്യും. രാവിലെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ 2 ടീസ്പൂൺ ചിയാ സീഡ് ആഡ് ചെയ്യാം, ഹണി ആഡ് ചെയ്യാം, ലൈം സ്ക്യൂസ് ചെയ്തിട്ട് അത് ജസ്റ്റ് കുടിക്കുക. നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ഉണ്ടാവും, വിശക്കൂല. ശരിക്കും എങ്ങനെയാണ് കുടിക്കേണ്ടത്? 2 ദിവസം മുമ്പ് ഡോക്ടർ ഷഹബാസിന്റെ ഒരു റിയാക്ഷൻ വീഡിയോ കണ്ടു. ഏതോ ഒരു ഇൻഫ്ലുവൻസർ ചിയാ സീഡിനെ കുറിച്ച് പറയുന്നു, അത് ആളുകൾ കോപ്പി ചെയ്യുന്നു, ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നു. എൻ്റെ അടുത്ത് വരുന്ന ഒരുപാട് പേരുണ്ട്. ഒരു 2 ടീസ്പൂണൊക്കെ ചിയാ സീഡ് ഒരു ഗ്ലാസ് വെള്ളത്തിട്ട് കുടിച്ചിട്ട് ഞാൻ വെയിറ്റ് ലോസിന് 2 മാസം കുടിക്കുന്നുണ്ട്. എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ? ഒരു ചേഞ്ചസ് ഇല്ല. അബ്ഡോമിനൽ ഡിസ്കംഫർട്ട് ഉണ്ടാവും, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും, ഗ്യാസിന്റെ പ്രോബ്ലം ഉണ്ടാവും, ബ്ലോട്ടിംഗ് ഉണ്ടാവും. ഇനി എന്താണ് ഇതിന്റെ റോള് നോക്കാം. 28 ഗ്രാമിൽ 10 ഗ്രാം ഫൈബർ. ഈ ഫൈബർ 10 ഗ്രാം വലിയ എമൗണ്ട് ആണ്. ഫൈബർ എങ്ങനെയാണ് കഴിക്കേണ്ടത്? ഇപ്പം ഇതൊരു ഡ്രസ്സാണ് അല്ലേ. എൻ്റെ ബോഡിക്ക്, നേക്കഡ് ആയിട്ടുള്ള ബോഡിക്ക് കവറിംഗ് ആണ് ഇത് ചെയ്യുന്നത്. അതുപോലെ കാബ്സിനുള്ള ഒരു കവറിംഗ് ആണ് ഫൈബർ. നിങ്ങളുടെ മീലിൽ കാബ്സ് അടങ്ങിയ ഭക്ഷണം കഴിക്കുമ്പോൾ അതിൽ ഫൈബർ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്ലഡ് ഷുഗർ സ്പൈക്ക് ഉണ്ടാവാതെയും ഇൻസുലിൻ സ്പൈക്ക് ഉണ്ടാവാതെയും നോക്കും. സ്ലോവിലി ഡൈജഷൻ ആവും. അപ്പം നിങ്ങളുടെ ഓവർ ഈറ്റിംഗ് ടെൻഡൻസി കുറയും. അല്ലാണ്ട് വെറും വയറിൽ ഇതെടുത്ത് കുടിച്ചാൽ നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ഉണ്ടാവില്ല. സോ ഫേക്ക് ആയിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സ് വല്ലതും നിങ്ങൾക്ക് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ, പകർന്നു കഴിഞ്ഞാൽ അവരെ ബ്ലോക്ക് ചെയ്യുക. നിങ്ങൾ അവരെ നോക്കണ്ട. ഡോക്ടർമാരോ ഡയറ്റീഷ്യന്മാരോ ന്യൂട്രീഷനിസ്റ്റുകളോ പറയുന്നത് കേൾക്കുക. അത് മാത്രമാണ് നിങ്ങളുടെ തടിക്കും നിങ്ങളുടെ ആരോഗ്യത്തിനും നല്ലത്.